ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിൽ ആദ്യം തുറന്നു പറച്ചിൽ നടത്തിയത് റിനി ആൻഡ് ജോർജ് ആണ്. റിനി ആൻഡ് ജോർജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. VD സതീഷിനൊപ്പമുള്ള പ്രതിപക്ഷ നേതാവിനൊപ്പമുള്ള ഫോട്ടോ ഇട്ട് ഇതെന്റെ നേതാവിന്റെ വിജയമാണ്, അചഞ്ചലമായ നിലപാടിന്റെ വിജയമാണ്, അപമാനിച്ചവർക്കുള്ള ശക്തമായ മറുപടിയാണ്, ഒരേ ഒരു രാജ, കൺഗ്രാറ്റുലേഷൻസ് ടീം UDF എന്നാണ് റിനി ആൻഡ് ജോർജ് എഴുതുന്നത്. KP നൗഷാദ് അലി, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് സമ്മർദ്ദം വന്നു, പക്ഷെ തന്റെ ബോധ്യത്തിൽ ഉറച്ചുകൊണ്ട് VD സതീശൻ നിന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല. ഒരു ഇഞ്ച് പോലും കടലിരമ്പി വന്നാലും, അറബിക്കടൽ ഇരമ്പി വന്നാലും പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ആ നിലപാടിന് കിട്ടിയ വോട്ട് കൂടിയാണോ ഇത്? ഇവിടെ ഞാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ഒരു യുവനിരയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുകയും മുമ്പോട്ട് കൊണ്ടുവരാൻ അവരെ ഒരുപാട് സഹായിക്കുകയും ചെയ്ത നേതാവായിരുന്നു VD സതീശൻ. ഇങ്ങനൊരു വിവാദം ഉയർന്നു വന്നപ്പോൾ ആദ്യ ആക്രമണങ്ങളൊക്കെ VD സതീശന് നേരെയായിരുന്നു. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തിക്ക് പിന്നിൽ ഷാഫി പറമ്പിലും VD സതീശനുമാണ് എന്നൊക്കെ മട്ടിൽ വലിയ ആരോപണങ്ങളും ഒരു ആക്രമണ മുനയൊക്കെ തിരിഞ്ഞിരുന്നു. പക്ഷേ സതീശനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുകയും അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് വെച്ച് ആ വ്യക്തിബന്ധങ്ങളോ അല്ലെങ്കിൽ പൂർവ്വകാല അടുപ്പങ്ങളോ ഒന്നും പ്രസക്തമാകാൻ പാടില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടായിരിക്കണം അദ്ദേഹത്തെ അത്തരത്തിലുള്ളൊരു ഒരു ഉറച്ച തീരുമാനത്തിലൂടെ മുന്നോട്ട് നയിച്ചത് ഞാൻ കരുതുകയാണ്. പ്രതികരണം കേട്ടതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഇട്ടിരുന്നത് ജനം പ്രബുദ്ധരാണ്, എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യും, എത്ര മറച്ചാലും അവർ കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യുമെന്നല്ല. ഇത് രണ്ട് രീതിയിലാണ്. ഇപ്പോൾ അങ്ങേക്ക് ശരിക്കും എന്താണെന്ന് തോന്നുന്നത്? VD സതീഷിനെടുത്തൊരു നിലപാടിന്റെ വിജയം എന്നതാണോ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് MLA-ക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളോ വിവാദങ്ങളോ അത് ജനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നതാണോ? ഏത് നിലപാടിലാണ് അങ്ങ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് നിലപാടാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്പർശിച്ചിട്ടുള്ളത്? അല്ല, ഞാനതിൽ ഒരു കാര്യം, അതിനകത്ത് VD സതീശിൻ്റെ നിലപാട് എന്നൊരു ഒറ്റ തിരിഞ്ഞ നിലപാടില്ല. അത് ശ്രീ KC വേണുഗോപാലിൻ്റെയും ശ്രീ രമേശ് ചെന്നിത്തലിൻ്റെയും ശ്രീ സണ്ണി ജോസഫിൻ്റെയും ഒക്കെ നിലപാടാണ്, KPCCയുടെ നിലപാടാണ്. കോൺഗ്രസ് പാർട്ടി അതിനകത്ത് അത്തരം ഏത് കാര്യം വന്നാലും എടുക്കുന്ന ഒരു ഉചിതമായ തീരുമാനം കോൺഗ്രസ് അതിനകത്ത് എടുത്തു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സുതാര്യതയും അതിൻ്റെ ഒരു സത്യസന്ധതയും അതിൻ്റെ ഒരു മുൻവിധിയില്ലായ്മയൊക്കെ ഇവിടുത്തെ ജനം മനസ്സിലാക്കും. രണ്ടാമതായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളൊക്കെ അതും നമ്മുടെ നിയമവ്യവസ്ഥിതിയും ഗവൺമെന്റും ആ സമൂഹമൊക്കെ പരിശോധിച്ച് സമയമെടുത്തിട്ടാണെങ്കിലും അതിനകത്തൊക്കെ ഒരു തീർപ്പ് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിൽ ഒരു പുകമറ ഉയരുന്നൊരു അന്തരീക്ഷത്തിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർ, ഏത് പാർട്ടിപ്പെട്ടവരാണെങ്കിലും രാഷ്ട്രീയത്തിൽ അവർ മാറി നിൽക്കുന്നത് ഉചിതമാണ്. അവർക്ക് നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാകണം. കാരണം ഇത്തരം പല കേസുകളിലും നമ്മൾ പല വ്യാജങ്ങളും പിൽക്കാലത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ എടുക്കേണ്ട ഒരു നിലപാട് വളരെ കൃത്യമാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തി പിന്നീട് അദ്ദേഹത്തെ പുറത്താക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അത് ചെയ്തു. അദ്ദേഹം ഇനി ഈ വരുന്ന ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിൽ ഏതായാലും കേന്ദ്രവും കേരളവും ഒന്നും ഭരണമില്ലല്ലോ. ഇവിടുത്തെ പോലീസും നിയമവ്യവസ്ഥയും ഒക്കെ എന്താണ് രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അദ്ദേഹത്തിന് നിരപരാധിത്വം നാളുകളിൽ തെളിയിച്ച് വരാനുള്ള അവസരം ഉണ്ടാകുന്നുവെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ആ അവസരം പ്രയോജനപ്പെടുത്താനുള്ള നിയമപരമായ അവകാശം രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ട്. അതുവരെ എടുക്കേണ്ട നിലപാട് അതിനകത്ത് കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും അടക്കമുള്ള നേതൃത്വവും സമുചിതമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടൊക്കെ നിലപാട് എന്താണെന്ന് നമുക്കറിയാം. അതിന് പല കോണുകളിൽ നിന്ന് വിമർശനം വന്നിരുന്നു. അത് സ്വന്തം പാളയത്തിൽ നിന്ന് പോലും വിമർശനങ്ങൾ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കം അധിക്ഷേപിച്ചുകൊണ്ട് സൈബറിടങ്ങളിൽ നിന്നുള്ള പോസ്റ്റുകൾ കണ്ടിരുന്നു. അതൊക്കെ ഉണ്ടായിട്ടും ആ നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് അല്ല, അതെന്താ വെച്ചാൽ ഒരു രാഷ്ട്രീയത്തിൽ നമ്മളൊരു ഉയർന്ന പദവി വഹിക്കുന്ന ഒരാളാകുമ്പോൾ ഒരു വിഷയത്തെ നമ്മൾ മെറിറ്റോറിയസ് ആയിട്ട് സമീപിക്കണം. അതിനകത്ത് നമ്മുടെ വ്യക്തിഗതമായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാർത്ഥപരമായ ഒരു തരത്തിലുള്ള ലക്ഷ്യങ്ങളും ഇടപെടലുകളും ഒന്നും കടന്നു വരരുത്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം അത്തരമൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടി പ്രതിഫലനം
നേതാക്കൾ ചിന്തിച്ചില്ല, പറഞ്ഞില്ല, പ്രവർത്തിച്ചില്ല എന്നുണ്ട്. ക്ലീൻ ചിറ്റ് നൽകിയത് കെ സുധാകരനാണ്. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞത് സണ്ണി ജോസഫാണ്. വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞത് സണ്ണി ജോസഫാണ്. അടൂർ പ്രകാശ് AI ആണെന്നാണ് പറഞ്ഞപ്പോൾ VD സതീശന്റെയും ചെന്നിത്തലയുടെയും നിലപാട് അവിടെ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞത് സൂചിപ്പിച്ചത് അതുകൊണ്ട് മാത്രമാണ്.